അനിയൻ വീട്ടിൽ വരുമ്പോ ജ്യേഷ്ഠൻ ഉണ്ടാവില്ല. അപ്പൊ അനിയനും ജ്യേഷ്ഠന്റെ ഭാര്യ ഒറ്റയ്ക്ക് ഓളാവും ചായ ഉണ്ടാക്കി കഴിക്കുക. അപ്പൊ ഒരു വീട്ടിൽ ജ്യേഷ്ഠനും അനിയനും ഒന്നിച്ച് താമസിക്കുന്നു, രണ്ടുപേരുടെയും ഭാര്യമാരുണ്ട്. ചിലപ്പോ ജ്യേഷ്ഠന്റെ ഭാര്യ വിരുന്നു പോകും. അതേപോലെ അനിയൻ വീട്ടിൽ വരുമ്പോ ജ്യേഷ്ഠൻ ഉണ്ടാവില്ല. അപ്പൊ അനിയനും ജ്യേഷ്ഠന്റെ ഭാര്യ ഒറ്റയ്ക്ക് ഓളാവും ചായ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലെ സംവിധാനം പറ്റി പറയാൻ കഴിയും. നമുക്ക് അള്ളാഹ് പറഞ്ഞു യഗുദ്ദൂ അബ്സാരിഹിം, കണ്ണ് താത്തണം താത്തിയാൽ മതി. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ. ഫൈസൽ മൗലവി സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇയ്യാക്കും വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകളുടെ അടുക്കൽ പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫറഅയ്തുമുൽ ഹംവ, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, ഭർത്താവിന്റെ സഹോദരനാണെങ്കിലോ ഇല്ലെങ്കിൽ സഹോദരന്റെ ഭാര്യയാണെങ്കിലോ ആ സ്ത്രീയുടെ അടുക്കലേക്ക് എനിക്ക് പ്രവേശിക്കാമോ? സഹോദരന്റെ ഭാര്യയുടെ അടുക്കലേക്ക് എനിക്ക് പ്രവേശിക്കാമോ? അഫറഅയ്തുമുൽ ഹംവ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹംവുൽ മൗത്ത്, അൽ ഹംവുൽ മൗത്ത്. സഹോദരന്റെ ഭാര്യയുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. സഹോദരന്റെ ഭാര്യയുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നം ഉയർന്നപ്പോൾ, അതായത് ഈ പ്രോഫ്കോൺ അതുപോലുള്ള മുജാഹിദ് സംഘടനകൾ വയ്ക്കുന്ന പല പരിപാടികളിലും സ്ത്രീ പുരുഷ കൂടിക്കലറിലുണ്ടാവും. ചിലപ്പോൾ നേതാക്കന്മാരായ പുരുഷന്മാരെ സ്ത്രീകൾ ഒരുമിച്ച് സ്റ്റേജ് പങ്കിടും. അല്ലെങ്കിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒരേ ഹാളിലിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. മുഖം മറയ്ക്കാത്ത, ശരീരം പകുതിയും തുറന്നിട്ട വിദ്യാർത്ഥിനികളായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും മറ്റു അവസരങ്ങളും മറ്റും പലതും ഉണ്ടാകും. അപ്പോൾ അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ചില ആളുകൾ തന്നെ വിമർശനം ഉന്നയിച്ചു. ഇപ്പോൾ ഫൈസൽ മൗലവി സ്റ്റേജിൽ നിന്ന് പറഞ്ഞു, അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു സഹോദരന്റെ ഭാര്യ വീട്ടിലുള്ളപ്പോൾ സഹോദരന്റെ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഇദ്ദേഹം വീട്ടിലേക്ക് കയറി ചെന്നാൽ ആ ഭാര്യയുമായി ഒറ്റയ്ക്കാവുമ്പോൾ ചിലപ്പോൾ ആ പെണ്ണായിരിക്കും ചായ കൊടുക്കുന്ന, ചായ മേടിച്ച് കുടിക്കണം, കണ്ണ് താഴ്ത്തിയാൽ മതി, അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, കണ്ണ് താഴ്ത്തണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞപ്പോൾ, സഹോദര, സലഫിയാണെന്ന് പറയുന്ന ആളുകൾ നിഷ്ക്രിയരായി, നിസ്സംഗതയോടുകൂടി, നിർവികാരത്തോടുകൂടി ഇത് കേട്ടു നിന്നില്ലേ? ആരെങ്കിലും എതിർത്തോ അതിനെ? ഇതാ നോക്കൂ, ഹിജ്റ 500 എഴുതിയ കിതാബാണ് അൽ ഹാഫിൽ അബൂബക്കർ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ ഇബ്നു ഹബീബിൽ ആമിരി റഹിമഹുല്ലാഹു തആല അൽ മുതവഫ സനത 530 ഹിജ്റ 530 മരണപ്പെട്ട പണ്ഡിതർ. ആ പണ്ഡിതർ ഈ കിതാബിൽ ഒരു മസ്അല പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇതൊന്നും പഠിക്കാതെ ഈ സ്റ്റേജിൽ കയറി നിൽക്കുന്നത്. സഹോദര, ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ദാ നോക്കൂ, ഈ കിതാബിന്റെ 77-ാമത്തെ പേജിൽ പറയുകയാണ്, വറുബ്ബമാ തസാമഹ ബഅദുൽ ജുഹാൽ, ജാഹിലീങ്ങളായ ആളുകൾ, അജ്ഞരായ വിഡ്ഢികളായ, അറിവില്ലാത്ത മിനൽ അവാമി, അവാമുകളിൽപ്പെട്ട ജാഹിലീങ്ങളായ ആളുകൾ, അവർ ഒരുപക്ഷെ അഡ്ജസ്റ്റ് ചെയ്തു, അവർ വിട്ടുവീഴ്ച ചെയ്തു, അലംഭാവം കാണിച്ചു. ഏത് വിഷയത്തിൽ? ഫീ നദറിൽ അഖി ഇലാ സൗജത്തി അഖീഹി والمرأة تنظر إلى زوج أختها لا سيما إن اجتمعوا في منزل واحد وربما خلا كل واحد من الأخوين بزوجة الآخر في غيبته وكل ذلك محرم ممنوع شرعا. ജാഹിലീങ്ങളായ ചില ആളുകൾ സഹോദരന്റെ ഭാര്യയിലേക്ക് നോക്കുന്നതിൽ അലംഭാവം കാണിച്ചു. അതുപോലെ തന്നെ ഒരു പെണ്ണ് സഹോദരിയുടെ ഭർത്താവിലേക്ക് നോക്കുന്ന അലംഭാവം കാണിച്ചു. എന്നിട്ട് ചിലപ്പോൾ അവർ ഒറ്റയ്ക്കാവുകയും ചെയ്തു. അതായത് ഈ നോക്കുന്നതിനേക്കാൾ വലിയ പടിയാണ് ഒറ്റയ്ക്കാവുന്നതെന്നാണ് ശേഷം കൊണ്ടുപോകുന്നതിൻ്റെ അറബി ഭാഷ ശൈലിയിൽ മനസ്സിലാക്കേണ്ടത്. ഒറ്റയ്ക്കാകുകയും ചെയ്തു. ഇതൊക്കെ എന്താണ്? ശർഈയായി ഹറാമായ കാര്യങ്ങളാണ്. എന്നിട്ട് ശൈഖിന്റെ അവസാനം, അൽ ഇമാം ഇതിന്റെ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഇതിന് തെളിവ് പിടിച്ചത് എന്താണ്? വഖദ് റവാ ഉഖബത്ത് ഇബ്നു ആമിർ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകളുടെ അടുക്കൽ പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു, അറഅയ്തൽ ഹംവ, റസൂലേ, തൻ്റെ ഭർത്താവിൻ്റെ സഹോദരനാണ് ആ സ്ത്രീയുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നതെങ്കിലോ? ഖാലൽ ഹംവുൽ മൗത്ത്, ആ ഭർത്താവിന്റെ സഹോദരൻ മരണത്തിന് തുല്യമാണ്. വറുവിയ ഫീ അന്നഹു ഖാൽ അൽ ഹംവുൽ ഖബ്റു ഖാലൽ ഉലമാ, പണ്ഡിതന്മാർ പറഞ്ഞു, അറാദ ബിൽ ഹംവി ഹാ ഹുനാ അഖുസ് സൗജ്, ഭർത്താവിന്റെ സഹോദരനാണ് ഹമു എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിന്റെ സഹോദരനെ കാണാൻ പാടില്ല, ഭർത്താവിന്റെ സഹോദരനുമായി ഒറ്റയ്ക്കാവാൻ പാടില്ല. അതാണ് ഇസ്ലാമിക നിയമം. ഇത് ഈ കിതാബിൽ ഹിജ്റ 500 രേഖപ്പെടുത്തിയതാണ്. എന്നിട്ടോ അദ്ദേഹം ഇതിന്റെ അവസാനം വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഉമ്മത്തിന്റെ സർവ്വ ഉലമാക്കളും ഏകോപിച്ചിരിക്കുന്നു, ഇപ്പറഞ്ഞ ഹറാമായ കാര്യങ്ങൾ ഹലാലാണെന്ന് ഏതെങ്കിലും ഒരുത്തൻ വിശ്വസിച്ചാൽ, സ്റ്റേജിൽ നിന്ന് പബ്ലിക്കായിട്ട് ഫൈസൽ മൗലവി പറഞ്ഞ കാര്യമാണ്, ഉലമാക്കൾ ഇജ്മാഇലായിട്ടുണ്ട്, ഈ കാര്യങ്ങൾ
ആരെങ്കിലും ഹലാലാണെന്ന് വിശ്വസിച്ചാൽ അന്യ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരുന്നത് ഹലാലാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, അനുവദനീയമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് കഫറ. ചെറിയ കാര്യമാണോ? ഫഖദ് കഫറ എന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ കാഫറായി പോയിരിക്കുന്നു. പിന്നെയോ വസ്തഹഖൽ ഖത്ൽ ബിരിദ്ദതിഹി, അവനെ മുർത്തദായോട് കൊലപ്പെടുത്തണം. ഈ സംഗതിയാ ഫൈസൽ മൗലവി സ്റ്റേജിൽ നിന്ന് പറഞ്ഞത്. നോക്കി നിന്നില്ലേ നിഷ്ക്രിയരായി, നിർനിമേഷരായി, കണ്ണെടുക്കാതെ ഫൈസൽ മൗലവി പറയുന്നത് സാഹൂദം ശ്രവിച്ചുകൊണ്ട് മുജാഹിദുകൾ എന്ന് പറയുന്ന, സലഫികൾ എന്ന് പറയുന്ന ആളുകൾ നിർവികാരത്തോടെ, നിസ്സംഗതയോടുകൂടി, നിസ്സഹായരായി, ഒന്നും ചെയ്യാൻ കഴിയാതെ അജ്ഞരായതുകൊണ്ടാണ്. നിന്നില്ലേ സഹോദരങ്ങൾ? ഇതാണോ സലഫിയത്ത്? ഇതൊക്കെയാണോ സലഫിയത്ത്? മോചനം വേണമെങ്കിൽ യഥാർത്ഥ സലഫിയത്തിലേക്ക് വരേണ്ടതുണ്ട്. കള്ള നാണയങ്ങളെ വലിച്ചെറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ.